ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി ആയിട്ടാണ്. അപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാൻ 2 മുട്ട എടുക്കുന്നുള്ളൂ. അപ്പോൾ മുട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അത് ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം, തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതിൽ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സവാള കൂട്ടി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴന്നു പോകണ്ട, കാരണം നമുക്കിത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് വാടി കിട്ടിയാൽ മാത്രം മതി. ഇത്രയായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കണം. മീറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ആയാലും ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് അതിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അധികം മൂത്ത് പോകേണ്ട, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകി ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഞാൻ മൂടി എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകണ്ട, നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ആക്കി വെക്കുകയാണ്. ഇത് ഇനി തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും തണുത്ത വെള്ളം കൂട്ടി അരയ്ക്കരുത്. കുറച്ച് ചൂടുവെള്ളത്തിലാണ് അരച്ചെടുക്കേണ്ടത്. തണുത്ത വെള്ളത്തിൽ അരച്ച ആ മസാലേൻ്റെ ടേസ്റ്റ് ഫുള്ള് പോകും. അപ്പോൾ ചൂടുവെള്ളത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മസാലയൊക്കെ കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സ്റ്റൗ ഓൺ ആക്കാം. ചട്ടി തന്നെ വെച്ച് കൊടുക്കുകയാണ്. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്നും കൂടെ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം.
ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. നമുക്ക് ഗ്രേവിൻ്റെ തിക്നെസ് എത്ര വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഒന്നും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് മുട്ടേൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കണം. മുട്ട ഇതേപോലെ ഞാൻ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മുറിച്ചിട്ട് വേണമെങ്കിൽ മുറിച്ചിട്ടിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ഇടാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി മുട്ടയിൽ. ഇപ്പം ഞാൻ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കഴിഞ്ഞിട്ടിപ്പോൾ മുറിച്ചിട്ട് ഇട്ടതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഇളക്കരുത്, ഇത് ചെറുതായിട്ടൊക്കെ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ തിളച്ച സമയത്താണ് മുട്ട ഇട്ട് കൊടുക്കേണ്ടത്. മുട്ടേൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഇതിലേക്ക് ഇറങ്ങണം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ചേർക്കാം. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം മല്ലിയില ഇടുമ്പോൾ പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, മുട്ട മുറിച്ചിട്ടതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.